ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, സൂറത്തുൽ ബഖറ 261 ആയത്തിലാണ്, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ തങ്ങളുടെ സമ്പത്തിനെ ചെലവഴിക്കുന്നവരുടെ ഉപമ കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബിൽ, 7 കതിരുകളെ മുളപ്പിച്ച ഒരു ധാന്യമണിയുടെ ഉപമ പോലെയാണ്. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കതിരിലും 100 ധാന്യമണികളുണ്ട്. അപ്പോൾ ഒരു ധാന്യമണിയാണ് കുഴിച്ചിട്ടത്, അത് മുഖേന 700 ധാന്യമണികളുണ്ടായി. ഇതുപോലെയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവരുടെ ഉപമ. അപ്പോ ഒരു നന്മ, 1 രൂപ നമ്മൾ കൊടുത്താൽ അതിൻ്റെ 700 മടങ്ങ് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മുടെ ആത്മാർത്ഥതക്കനുസരിച്ച് അല്ലാഹു തആല തൊട്ടുടനെ പറയുന്നുണ്ട്, വല്ലാഹു യുളാഇഫു ലിമൻ യശാ. അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഇതിനും കൂടുതൽ അള്ളാഹു കൊടുക്കും, 700-ലധികവും കൊടുക്കും. അപ്പൊ നല്ല രൂപത്തിൽ നമ്മൾ സ്വതക്ക ചെയ്യണം. അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ആഗ്രഹിച്ച് നമ്മൾ ചെയ്യണം. തൊട്ടടുത്ത ആയത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ, പിന്നെ അവർ ചെലവഴിച്ചതിന് ശേഷം മന്നൻ വലാ അദാ, സ്വന്തം ചെയ്തത് എടുത്തു പറയുന്നവർ, അതുപോലെ ബുദ്ധിമുട്ടിപ്പിക്കുന്നവർ, അങ്ങനെ ചെയ്യാത്തവർക്കാണ് ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അവരുടെ റബ്ബിന്റെ അടുക്കൽ അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. വലാ ഖൗഫുൻ അലൈഹിം, അവർക്ക് പേടിക്കേണ്ടതില്ല ആഖിറത്തിൽ. വലാ ഹും യഹ്സനൂൻ, അവർക്ക് ദുഃഖിക്കേണ്ടിയും വരില്ല. ഇവിടെ വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട വിഷയം മന്നൻ വലാ അദാ, ചെയ്തത് എടുത്തു പറയാം. ചില ആളുകൾ നമ്മുടെയൊക്കെ നാടുകളിൽ ഉണ്ടാവാറുണ്ട്. നമ്മയൊന്നും അള്ളാഹു ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്താതിരിക്കട്ടെ. ചിലപ്പോൾ ഒരുപാട് സമ്പത്ത് ചെലവഴിക്കുന്നുണ്ടാകും, പക്ഷേ കൊടുത്തത് പലയിടങ്ങളിലും എടുത്തു പറയാം. അതുപോലെ ചിലപ്പോ ആരെങ്കിലും വീട്ടിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരാളുടെ ഓഫീസിലേക്ക് പോയാൽ അയാൾ 500, 1000, 2000 ഒക്കെ കൊടുക്കും. പക്ഷേ ആ കൊടുക്കുന്നതിന്റെ മുമ്പ് അവരെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ, അവരോട് മാന്യമല്ലാത്ത രൂപത്തിൽ സംസാരിക്കുക, തോന്നിയതൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു 500 രൂപ എടുത്തു കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണ് അവരുടെ വിചാരം. ഖുർആൻ പറയുന്നു, സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നൻ വലാ അദാ. ചെലവഴിക്കണം, ചെലവഴിക്കുന്നത് നല്ലതാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ, അവൻ ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കണം. പിന്നെ മന്നും അതയുമായിട്ട് പിറകെ വരാൻ പാടില്ല. ഞാൻ അത് തന്നില്ലേ, ഇത് തന്നില്ലേ എന്ന് പറഞ്ഞ് നാം ചെലവഴിച്ചവർ, നാം കൊടുത്തവരെ വേദനിപ്പിക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്. തൊട്ടുടനെ അള്ളാഹു പറയുന്നുണ്ട്, ഖൗലും മഅറൂഫുൻ വ മഗ്ഫിറ, നല്ലൊരു വാക്ക് പറഞ്ഞ് അവരെ തിരിച്ചു പറഞ്ഞയക്കലാണ്, അവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കലാണ്. ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ ഹാദാ, പിന്നീട് ചെയ്തത്, കൊടുത്തത് എടുത്തു പറഞ്ഞ് അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നതിനേക്കാളും നല്ലത് നിങ്ങൾ പോയിക്കോ, ഞാൻ ഒന്നും തരാൻ ഉദ്ദേശിക്കുന്നില്ല, നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചു പറഞ്ഞയക്കലാണ്. നിങ്ങൾ കൊടുക്കുന്ന ഈ തോന്നിവാസങ്ങളെ കൊണ്ട് പിന്നീട് അവരെ പിന്തുടരുന്നതിനേക്കാൾ നല്ലത് നല്ലൊരു വാക്ക് പറഞ്ഞ് തിരിച്ചു പറഞ്ഞയക്കലാണ്. നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹു നമുക്ക് നൽകിയ സമ്പത്ത് അത് ഉപയോഗിച്ച് തോന്നിവാസങ്ങൾ പ്രവർത്തിക്കാനും മറ്റുള്ളവരെ ഇകഴ്ത്താനും താഴ്ത്താനുമാണ് നാം അതിനെ ഉപയോഗിക്കുന്നുവെങ്കിൽ, വല്ലാഹു ഗനിയ്യുൻ ഹലീം, അള്ളാഹു പറയുന്നു, വല്ലാഹു ഗനിയ്യുൻ, അള്ളാഹു നിങ്ങളുടെ സദഖയെ തൊട്ടും ചെലവഴിക്കലിനെ തൊട്ടൊക്കെ ഐശ്വര്യവാനാണ്. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ഇല്ലെങ്കിലും അള്ളാഹുവിനൊരു കുഴപ്പമില്ല. ഹലീമുൻ, ഇമാം ഖുർത്തുബി അടക്കം, ജലാലൈനി അടക്കം അവിടെ വിശദീകരണം നൽകുന്നുണ്ട്. ഹലീമുൻ ബിതഅഖീരിൽ ഉഖൂബത്തി അനിൽ മാന്നി വൽ മുഹ്ദി, അല്ലാഹു തആല സഹിഷ്ണുതയുള്ളവനാണ്. അതുകൊണ്ടാണ്
ഇങ്ങനെ തോന്നിവാസം സംസാരിക്കുന്നവരൊക്കെ ഇവിടെ ജീവിച്ചു പോകുന്നത്. അവരുടെ ശിക്ഷയൊക്കെ അള്ളാഹു പിന്തിപ്പിച്ചു വെക്കുന്നതാണ്. ഈ ചെയ്ത നന്മയെ എടുത്തു പറയുന്നവൻ, മറ്റുള്ളവരെ ചെയ്ത നന്മയുടെ പേരിൽ, സ്വതക്കയുടെ പേരിൽ വേദനിപ്പിക്കുന്നവർ, അവരുടെ ശിക്ഷ അള്ളാഹു വൈകിപ്പിക്കുന്നതാണ്. അന്ത്യനാളിലേക്ക് അത് പിന്തിപ്പിച്ചു വെച്ചതാണെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ പറയുകയാണ്. പണം കൊണ്ട് ദാർഢ്യം നടിക്കാൻ ആരും നിൽക്കേണ്ടതില്ല. വല്ലാഹു ഗനിയ്യുൻ ഹലീം. ഇതൊക്കെ റബ്ബ് അവിടെ കാത്തു സൂക്ഷിച്ചു വെക്കുന്നുണ്ടെന്നുള്ള ബോധം നമുക്കൊക്കെ ഉണ്ടാവണം. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവണം. അള്ളാഹു നല്ല മനസ്സ് നമുക്ക് നൽകട്ടെ. നമുക്ക് വിനയമാണ് വേണ്ടത്. വിനയം പ്രകടിപ്പിച്ചാൽ അള്ളാഹു നമ്മെ ഉയർത്തും. നമുക്ക് കൂടുതൽ സമ്പത്ത് തരും, ഇൽമ് തരും, നമുക്ക് സ്ഥാനങ്ങൾ തരും. അതേസമയം റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗിച്ച് തോന്നിവാസം ചെയ്യാൻ നമ്മൾ നിന്നാൽ റബ്ബ് പാഠം പഠിപ്പിക്കുക തന്നെ ചെയ്യും. പലരെയും റബ്ബ് പാഠം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പാവങ്ങളായ പലസ്തീനികളെ കൊന്നു തള്ളാൻ വേണ്ടി അതിന് പിന്തുണ നൽകിയവരും നേതൃത്വം കൊടുത്തവരൊക്കെ ഇപ്പൊ പാഠം പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ നമ്മളും പാഠം പഠിക്കണം. അള്ളാഹു നമുക്ക് നല്ല ബുദ്ധി നൽകട്ടെ.